അപ്പോൾ ചങ്ങന്മാരെ, ഞാനിന്നുള്ളത് മലപ്പുറം ജില്ലയിൽ വണ്ടൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാനിന്നിവിടെ ഒരു പെൺകുട്ടി, ഒരു മിടുക്കിയായ ഒരു പെൺകുട്ടിനെ കാണാൻ വേണ്ടി വന്നാട്ടോ. +2 കഴിഞ്ഞിട്ട് ഫുൾ A+ നേടി 1 വർഷം വീട്ടിൽ കുത്തിയിരുന്ന് പഠിച്ച് നല്ല മാർജിനിൽ വിജയിച്ച ഏകദേശം 99.31% മാർക്കാണ് ആ കുട്ടി നേടിയിട്ടുള്ളത്. പ്രത്യേകം നോട്ട് ചെയ്യണം, ഒരു കോച്ചിങ്ങിനൊന്നും പോയിട്ടില്ല. ചുമട്ട് തൊഴിലാളിയായിട്ടുള്ള ഒരു തൊഴിലാളിയുടെ മകളാണ് ഈ ഒരു സംഭവം കേട്ടോ. കാരണം ലക്ഷക്കണക്കിന് രൂപയാണ് ആ വാപ്പാക്ക് ഈ മോള് സേവ് ചെയ്ത് കൊടുത്തത്. അത് മാത്രമല്ല, ആ കുട്ടി എടുത്ത ഒരു പ്രയത്നം ഉണ്ടല്ലോ, എഫേർട്ട്, അതിനെ ഒന്ന് ആശംസിക്കാനും അനുമോദിക്കാനുമാണ് ഇന്നിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ചങ്ങായിമാരെ, ഞാൻ പറഞ്ഞ ആ ഒരു മിടുക്കി പെൺകുട്ടി ഇതാണ്. മോളെ പേരെങ്ങനെയായിരുന്നു? ഹന്ന പർവീൻ അല്ലേ? എന്ത് തോന്നുന്നു ഇപ്പോൾ? ഹാപ്പിയാണോ? ഹാപ്പിയാണ്. വാപ്പാനെ കഷ്ടപ്പെടുത്താതെ തന്നെ വലിയൊരു അച്ചീവ്മെൻറ്റ് നേടിയിരിക്കുകയാണ് അല്ലേ? സ്കൂൾ +2 ഒക്കെ എവിടെയായിരുന്നു? ഇവിടെ തന്നെയായിരുന്നു. +2 കഴിഞ്ഞിട്ട് 1 വർഷം ഇതിന് മെനക്കെട്ടിരുന്നു, പിന്നെ വേറെ കോച്ചിങ്ങിനൊന്നും പോവാതെ? ആ സമയത്ത് എത്ര മാർക്ക് ഉണ്ടായിരുന്നു? അതിൻ്റെ ഒരുമിച്ച് ചെയ്താ? +2 കഴിഞ്ഞിട്ട് 1 വർഷം ഇതിന് വേണ്ടി കോച്ചിങ്ങിന് വേണ്ടി ശ്രമിച്ചിരുന്നു. അന്ന് എൻട്രൻസ് എഴുതിയിരുന്നോ? അന്ന് എത്ര മാർക്ക് കിട്ടിയിരുന്നു? 92 കിട്ടിയിരുന്നു അല്ലേ? അതിന്റെ ശേഷം 1 വർഷം ഇതിനു വേണ്ടിയിട്ട് മെനക്കെട്ടു. ഇപ്പൊ എത്ര ഉണ്ട് മാർക്ക് കറന്റ്? 99.3. എവിടെയെങ്കിലും പിന്നെ സീറ്റിന് ശ്രമിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കിട്ടിയിട്ടുണ്ടോ? ആയിട്ടില്ല അല്ലേ? ടൈം ആയിട്ടില്ല. എന്ത് തോന്നുന്നു ഈ ഒരു വലിയൊരു അച്ചീവ്മെന്റ്, അഥവാ ഒരു കോച്ചിങ്ങിനും അല്ലെങ്കിൽ പിന്നെ ഒരുപാട് സംഭവം ഉണ്ടല്ലോ, 1 വർഷത്തെ കോഴ്സല്ലേ, അതിന് ഒരുപാട് എക്സ്പെൻസ് ഉണ്ട്, പൈസക്ക് ചിലവുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അല്ലേ? അതിനൊക്കെ കവർ ചെയ്ത് സ്വന്തം പ്രയത്നം കൊണ്ട് ഇത്രയും വലിയൊരു അച്ചീവ്മെന്റും അതേപോലെ തന്നെ ഇത്രയും വലിയൊരു മാർജിനിലും ജയിക്കാൻ പറ്റിയില്ലേ? എന്ത് തോന്നുന്നു? സന്തോഷം. +2 ഏതായിരുന്നു എടുത്തിരുന്നത്? സയൻസ്. പിന്നെ ഈ ഡോക്ടർ ഫീൽഡ് മാറ്റി വെച്ചിട്ട് ഇങ്ങനെ ഒരു താല്പര്യം വരാണ്ടായ കാരണം എന്താ? മെഡിക്കൽ ഫീൽഡ് എനിക്ക് താല്പര്യമില്ല. ഇല്ല. അത് സാധാരണഗതിയിൽ പെൺകുട്ടികൾ സയൻസിലൊക്കെ നല്ല ഉന്നത വിജയം നേടിക്കഴിഞ്ഞാൽ ഫസ്റ്റായിട്ട് അവരുടെ മനസ്സിൽ വരുന്ന ഒരു ഡോക്ടർ ആവണമെന്നാണ്. നിനക്ക് ഒരു വ്യത്യസ്ത ചിന്താഗതിയാണല്ലോ. എന്തുകൊണ്ടാണ് ഡോക്ടർ ഇഷ്ടമല്ലാത്തത്? ആ ഒരു പ്രൊഫഷണലോടുള്ള ദേഷ്യമുണ്ടോ? ഇഷ്ടമല്ല, പേഴ്സണലി ഇഷ്ടമല്ല, അത്രേ ഉള്ളൂ. എഞ്ചിനീയർ ആവണമെന്ന് ആദ്യം ആഗ്രഹം ഉണ്ടായിരുന്നോ? അങ്ങനെയല്ല, എനിക്ക് ഡ്രോയിങ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതെല്ലാം കൂടെ പറ്റിയൊരു ഫീൽഡാണല്ലോ ആർക്കിടെക്ചർ. ഓക്കെ. പുതിയ വലിയ വലിയ പ്രൊജക്റ്റിൻ്റെ ഒക്കെ ഭാഗമാവട്ടെ ഭാവിയിൽ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. ഡ്രോയിങ് ചെയ്യോ? ഏതൊക്കെ തരത്തിലെല്ലാം ചെയ്യാം? പെൻസിൽ പോർട്രേറ്റ്, പെയിന്റിങ്, വാൾ പെയിന്റിങ്. ആളുകളൊക്കെ വരക്കുമോ? വരച്ചിട്ടുണ്ടോ? ഇവിടെ എന്തെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? നമുക്ക് ഉണ്ട് അല്ലേ? കാണിച്ചു തരണം കേട്ടോ. ഓക്കെ. ഇനി പിന്നെ എവിടെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സീറ്റിന്? ഇവിടെ അടുത്തുണ്ടോ? കാലിക്കറ്റിൽ. ഇപ്പോൾ അവിടെ പോയി നിൽക്കേണ്ടി വരും. അപ്പോൾ വീട്ടുകാരൊക്കെ ഉപ്പാനെയും ഉമ്മാനെയൊക്കെ വിട്ട് നിൽക്കുന്ന പ്രശ്നമുണ്ടോ? കുറച്ച് കാലത്തിന് വേണ്ടിയിട്ടല്ലേ അല്ലേ? നമ്മുടെ ഉന്നതിക്ക് വേണ്ടിയിട്ടാണ്. അതൊക്കെ പോട്ടെ. വീട്ടിൽ നിന്ന് എങ്ങനെ ഉണ്ടായിരുന്നു ഇതിൻ്റെ സപ്പോർട്ട്? 1 വർഷം പുറത്ത് ക്ലാസ്സിനൊന്നും പോയില്ല എന്നല്ലേ പറഞ്ഞേ? വീട്ടിൽ ഇങ്ങനെ കുത്തിയിരുന്ന് പഠിക്കുമ്പോൾ വീട്ടുകാർ പറഞ്ഞു വെറുതെ 1 വർഷം കളയും എന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. അതോ നിന്നിലുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു വീട്ടുകാർക്ക്? ടെൻഷൻ ഉണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് ഒറ്റയ്ക്ക് പഠിക്കാൻ പറഞ്ഞപ്പോൾ. പക്ഷേ പിന്നെ ഒരു സപ്പോർട്ട്, എനിക്ക് എന്തായാലും നല്ല കോൺഫിഡൻസ് ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ അവരും കൂടെ സപ്പോർട്ട്. ചെറിയൊരു ടെൻഷൻ, പഠിച്ചോനെ കഴിഞ്ഞിട്ട് പോകുന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു അല്ലേ? എന്തായാലും പിന്നെ നിനക്ക് കട്ടക്ക് സപ്പോർട്ട് നിൽക്കണ പിന്നെ വാപ്പാനെ നമുക്കൊന്ന് കൊണ്ടുവരാം. ഒന്നും കൂടെ വന്നാണി. നമ്മുടെ മോളുടെ വാപ്പ പേരെങ്ങനെയായിരുന്നു നിങ്ങളെ? സുധീർ അല്ലേ? എന്താ ചെയ്യണം? എന്താ ലോഡിംഗ് ആണ് ഇവിടെ വണ്ടൂർ തന്നെ. ഇപ്പം മകൾ ഇത്രയും വലിയൊരു അച്ചീവ്മെന്റ് നേടി നിൽക്കുകയാണ്. എന്താ തോന്നണേ? ആണല്ലേ? ഇപ്പം ഇവിടെ പിന്നെ MLA-മാരും അതേപോലെ തന്നെ ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ, നമ്മളെ ആര്യാടൻ സോക്കു സാറൊക്കെ വന്നിരുന്നു അല്ലേ? ഒരുപാട് അനുമോദനങ്ങളൊക്കെ അറിയിച്ച് സന്തോഷമൊക്കെ അറിയിച്ച് പോയി എന്ന് പറഞ്ഞു. ഇനി എന്താണ് ഭാവി പ്ലാൻ? പിന്നെ NIT കോളേജ് കോഴിക്കോടാണ് താല്പര്യം. കിട്ടണമെന്നുള്ള താല്പര്യത്തിലാണ് നമ്മൾക്ക്. ഇത്രയും പിന്നെ കാലമായിട്ട് അവളെ വിട്ടു നിന്നിട്ടുണ്ടോ? ഇല്ല. ഫസ്റ്റ് അല്ലേ വിട്ടു നിൽക്കേണ്ടി വരികയാണ്. എന്തായാലും മക്കളുടെ പഠനത്തിന് വേണ്ടിയാന്ന് പറയുമ്പോൾ അല്ലേ സന്തോഷമുള്ളൂ. നിങ്ങൾക്ക് എത്ര മക്കളുള്ളത്? 3 ഇവളാണ് മൂത്തത് അതോ ബാക്കി 2? 9ാം ക്ലാസ് 1ാം ക്ലാസ്. ആൺകുട്ടികളോ പെൺകുട്ടികളോ? ഓക്കെ. നിങ്ങളിപ്പോൾ ഈ ഫീൽഡിൽ എത്ര വർഷമായി? ഈ ലോഡിങ്ങിൽ 28 വർഷം പോലെ. ആദ്യം മുതൽ എങ്ങനെ തന്നെയാണ്? ഗൾഫും ഒന്നും ഉണ്ടായിരുന്നില്ല? ഗൾഫൊന്നും പോയിട്ടില്ല അല്ലേ? ഓക്കെ. ഇങ്ങനെ ഒരുപാട് പൈസ നിങ്ങൾക്ക് സേവ് ചെയ്ത് നിൽക്കണം ഇവള്, ലക്ഷക്കണക്കിന് രൂപ അല്ലേ? അത് ശരി. നിങ്ങളെ ഹെൽപ്പ് വാങ്ങൂലെന്ന് പറഞ്ഞാണോ അതോ അങ്ങനെ സ്വയം? സാധിച്ചു കൊടുക്കില്ല. ഞാൻ വെറുതെ തമാശക്ക് ചോദിച്ചാട്ടോ, ഒന്നും വിചാരിക്കരുത്. ധൈര്യമുണ്ട്.
അത്യാവശ്യം പഠിക്കുന്ന ആളുമാണ് അല്ലേ? ശതമാനം ഫസ്റ്റ് തന്നെ അവള് അത് എനിക്ക് ഭയങ്കരമായിട്ട് കൗതുകമായി. ആദ്യം പ്ലസ് 2 കൂടെ അല്ലേ ചെയ്തേ? ടീച്ചർമാർക്കൊക്കെ ഒരു അത്ഭുതമായി. അത് എന്നാ 90 എത്ര ശതമാനം? 92%. അപ്പൊ നിങ്ങൾ ആ ഒരു വർഷം വീട്ടിലിരുന്ന് തന്നെ പഠിച്ചോ? നിങ്ങൾക്ക് ധൈര്യമായി? കിട്ടിയപ്പോ തന്നെ നമുക്ക് ഒരു കൊല്ലം നോക്കാതെ തന്നെ കിട്ടിയില്ലേ? അപ്പൊ ഒരു കൊല്ലം കൂടി നോക്കി കഴിഞ്ഞാൽ എന്തായാലും പ്രതീക്ഷ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ആ ധൈര്യത്തിലാണ് ഒരു കൊല്ലം സംഭവിച്ചത്. ആ സമ്മതം നിങ്ങളെ പ്രതീക്ഷ തെറ്റിയില്ല. ആ ഒരു കൊല്ലം പോയി കിട്ടിയിരുന്നു. പക്ഷെ അത് പ്രതീക്ഷ തെറ്റിയില്ല, വിജയിച്ചു. നമ്മൾ ഈ 1.5-2 ലക്ഷം രൂപ ചെലവാക്കിയാലും കുട്ടികൾക്ക് പിന്നെ ആ കൊല്ലത്തിൽ മാർക്ക് കിട്ടി, പിന്നെ അതേപോലെ നമ്മൾ ചെലവാക്കണം. കിട്ടിയില്ലെങ്കിൽ അങ്ങനെയല്ലോ. ടിവിയിലും ഫേസ്ബുക്കിലൊക്കെ പരസ്യം, ആ പരസ്യത്തിന് ഒരു കൊല്ലത്തിന് ഇതുള്ളൂ വാല്യുള്ള ആകെ. ആ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇയറിന് വീണ്ടും പേ ചെയ്യേണ്ടി വരും. പിന്നെ ഒരു കൊല്ലം കൂടെ പഠിച്ചു എഴുതിയിട്ട് അതിനൊരു ഡിസ്കൗണ്ട് വരെയല്ല. അങ്ങനെ നമ്മളെ സുഹൃത്ത് പറഞ്ഞു, ഒരു കൊല്ലം പഠിച്ച് രണ്ടാമത് കിട്ടായി രണ്ടാമത് ചേർത്തിയപ്പോൾ അതേ സെയിം ചാർജ്, ഒരു 5 കുറവും തന്നിട്ടാണ്. ഇനി പിന്നെ മോളോട് ചോദിച്ചാൽ അതേ ചോദ്യം ഞങ്ങളോടും ചോദിക്കുകയാണ്. പിന്നെ അവള് എഞ്ചിനീയറിംഗ് മേഖലയ്ക്കാണ് താല്പര്യം എന്ന് പറഞ്ഞത് അല്ലേ? അപ്പോൾ അവള് ഒരു ഇത്രയും +2 സയൻസിൽ ഫുൾ A+ ഒക്കെ നേടിയ കുട്ടി, സ്വാഭാവികമായിട്ട് പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഫസ്റ്റ് ചോയ്സ് വരിക ഡോക്ടർ ആവുന്നതാണ്. താല്പര്യ കുറവാണ്. ചെറുപ്പത്തിൽ ഇങ്ങനെ പേടിയാണ് സൂചി ഇതൊക്കെ കണ്ടിട്ട് അല്ലേ? അതുകൊണ്ടല്ല വരന്റെ കാര്യത്തിൽ അത് വരക്കാൻ പഠിച്ചിട്ടും പോയിട്ടൊന്നുമില്ല. അങ്ങനെ ഒരു താല്പര്യമുണ്ട്. ഓള് എന്ത് കണ്ടാലും പിന്നെ ബിൽഡിങ്ങിന്റെ മോഡലാണെങ്കിലും സീനറികളാണെങ്കിലും ആരെ ഫോട്ടോ കണ്ടാലും ഒന്ന് വരച്ചു വരക്കും. അപ്പൊ ഒരു കലാകാരി കൂടിയാണ്. ഒരു ആർക്കിടെക്റ്റിന് വേണ്ടിയത് വര തന്നെയാണ് മെയിനായിട്ട്. തീർച്ചയായിട്ടും. അപ്പൊ ആ ഒരു മേഖല ഓൾ തെരഞ്ഞെടുക്കാൻ കാരണം അതാണ്. അതെ. അപ്പോൾ മോൾക്ക് പിന്നെ താല്പര്യം അതായിരുന്നു. കാരണം വര അല്ലെ, കലാനോട് പ്രത്യേക താല്പര്യം ഉണ്ട്. കലാകാരന്മാർക്ക് അങ്ങനത്തെ ഉണ്ടാവുള്ളൂ. കാരണം പുതിയ ഭാവനകളും പുതിയ ചിന്താഗതികളൊക്കെയാണ് വലിയ ബിൽഡിങ്ങുകളൊക്കെ ആയിട്ട് വരുന്നത്. ഈ ഭാവിയിൽ വലിയ സംഭവങ്ങളിലൊക്കെ എന്താ പറയാ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഈ വരച്ച സംഭവം എനിക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് ഈ ഉന്നത വിജയത്തിൽ ആശംസ അറിയിച്ചിട്ടും അനുമോദിക്കാൻ വേണ്ടി ഇവിടെ ഒരുപാട് MLA-മാരൊക്കെ വന്നിരുന്നു അല്ലേ? ആരൊക്കെ വന്നിരുന്നു? അനിൽകുമാർ സർ വന്നിരുന്നു, അതുപോലെ PV അൻവർ, നിലമ്പൂർ MLA. ഞാൻ നിന്റെ വീഡിയോ കാണുന്നത് നമ്മളെ ആര്യാടൻ ഷോക്കു സാറിന്റെ പേജിലാണ്. അവിടെ മൂപ്പര് വന്നിട്ട് ഏകദേശം 1-2 മിനിറ്റ് ലെങ്ത്തിലൊരു വീഡിയോ ആണ് ഞാൻ കാണുന്നത്. അങ്ങനെയാണ് നിന്നിലേക്ക് ഞാനിവിടെ വണ്ടൂർ എത്തിപ്പെടുന്നത്. അവരൊക്കെ വന്നിട്ട് എന്ത് പറഞ്ഞു? സപ്പോർട്ട് അറിയിച്ചോ? പൂർണ്ണമായിട്ട് സപ്പോർട്ട് അറിയിച്ചു അല്ലേ? അപ്പോൾ എന്തായാലും എൻ്റെ ഭാഗത്തുനിന്ന് അതേപോലെ എന്നെ കാണുന്ന ഒരുപാട് ആളുകളുടെ എല്ലാവരും പ്രാർത്ഥനയും സപ്പോർട്ടും പൂർണ്ണമായിട്ടും നിനക്കുണ്ടാവും. പഠിച്ച് വലിയ ആളായിട്ട് ഇതേപോലെ ഇപ്പോൾ വാപ്പാക്ക് ഒരുപാട് എത്ര രൂപ സേവ് ചെയ്ത് കൊടുത്തുന്ന വല്ല വിവരം ഉണ്ടോ? എനിക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ ഒരു കൊല്ലത്തിന് ഇതിൻ്റെ എത്ര രൂപ ഏകദേശം പിന്നെ ഇതിന് വരും? കോച്ചിങ്ങിന് എത്ര വരും അന്വേഷിക്കുന്നോ? ഏകദേശം ഓൾമോസ്റ്റ് 1.5 ലക്ഷം രൂപ വരും ഒക്കെ കൂടി അല്ലേ? അതൊക്കെയാണ് വാപ്പാക്ക് സേവ് ചെയ്ത് കൊടുത്തത്. പാപ്പാനെ ബുദ്ധിമുട്ടിക്കാതെ തന്നെ ഈ ഒരു ലെവലിലെത്തി. ഇൻഷാ അല്ലാഹ് തുടർന്നും അങ്ങനെ തന്നെ പോട്ടെ. 100% വിജയിച്ച് പഠിച്ച് നല്ല ഉഷാറായിട്ട് നാടിനും സമൂഹത്തിനൊക്കെ ഗുണകരമായ നല്ലൊരു എഞ്ചിനീയർ ആവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമ്മളെ ഹന്ന പർവീൻ വെറും ഒരു പഠിപ്പിസ്റ്റ് മാത്രമല്ല കേട്ടോ, നല്ല അടിപൊളി കലാകാരിയാണ്. നോക്കി ഒരുപാട് ക്രാഫ്റ്റ്സ് ഒരുപാട് ഇതിലൂടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമായിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. നോക്കാം, നല്ലൊരു ചെറിയൊരു കിളിക്കൂട്. ഇത് ഈ ഒരു സംഭവം ഇതെന്ത് ഉപയോഗിച്ചുണ്ടാക്കിയ? ഐസ്ക്രീമിൻ്റെ കോലും അല്ലേ? അയ്യോ നൈസ്. അത് മാത്രമൊന്നുമല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം അവൾ ഉണ്ടാക്കിയത് ഇവിടെ വരുന്നത്. ഞാൻ TV-യുടെ മുകളിൽ സംഭവം കാണിച്ചത് നോക്കി, ഗിറ്റാറാണ്. എനിക്ക് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ഗിറ്റാറ്. അതിവിടെ ഒരു കാർഡ്ബോർഡ് വെച്ചിട്ടുണ്ടാക്കി നോക്കി, നല്ല സ്റ്റൈലും സാധനമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇനി അത് മാത്രമല്ല, അവൾക്ക് കിട്ടിയ ഒരുപാട് മൊമെൻറ്റോസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ റീസെൻ്റ്ലി കിട്ടിയാണ് അല്ലേ? ഇപ്പോൾ ഈ ഒരു വിജയത്തിൽ പിന്നെ പല ആളുകളും കൊടുത്ത സംഭവങ്ങളാണ്. നോക്കി, ഒരു എഞ്ചിനീയർ ആവാനുള്ള എല്ലാ യോഗ്യതയും ഇവൾക്കുണ്ട്. ഇതുപോലെ പെൻസിലല്ലേ ചെയ്തത്? പെൻസിൽ ചെയ്താണ്. ഇത് മാത്രമല്ല ഒരുപാട് സംഭവം ഉണ്ട്. നല്ല അടിപൊളി കലാകാരി എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്ര പ്രതീക്ഷിച്ചിട്ടില്ല ചിത്രം വരക്കുന്ന പറഞ്ഞപ്പോൾ. ഓരോന്നിങ്ങനെ കാണിച്ചു തരാം കേട്ടോ. എത്രയും ഒരുപാട് മൊമെൻറ്റോസ് ഇവിടെ ഉണ്ട്. ഞാൻ ഒരുപാട് ആളുകളെ വരച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, അത് ആ ചുമരിലിരിക്കുന്ന സംഭവം കണ്ടോ? ഈ സാധനം കണ്ടോ? ഇതൊക്കെ അവൾ വരച്ചതെന്നാണ് പറഞ്ഞത്. നോക്കിയേ, നമ്മളെ ബോച്ചെ, നല്ല ജീവനുള്ള ബോച്ച. ഒരുപാട് ആളുകൾ ചിത്രം വരച്ച് കണ്ടിട്ടുണ്ട്. നരച്ച മുടി വരെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്റ്റൈലായിട്ടുണ്ട്, അടിപൊളി എന്ന് പറഞ്ഞാൽ നൈസ്. ബോച്ചിനെ ആരെങ്കിലുമൊക്കെ ഈ വീഡിയോൻ്റെ കമൻറ്റിലൊന്ന് മെൻഷൻ ചെയ്യണേ. ബോച്ചൊന്ന് കാണട്ടെ. ഇത് നേരിട്ട് അവർക്ക് കൊടുക്കാനൊരാഗ്രഹമുണ്ട് അല്ലേ? നേരിട്ട് കാണുകയാണെങ്കിൽ കൊടുക്കണമെന്നൊരു താല്പര്യമുണ്ട്. അപ്പോൾ ബോച്ചിനൊന്ന് കമൻറ്റിൽ ആരെങ്കിലും മെൻഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബോച്ചെ കാണും. സീതാറാം DQ മറ്റേ നടി. ഇനി വേറെ ഒന്നുകൂടി ഉണ്ടല്ലോ ഇവിടെ, നയൻതാര.
നയൻതാരനെയും വരച്ചിട്ടുണ്ട് കേട്ടോ. ആൾ വെറും പഠിപ്പിച്ചിട്ട് മാത്രമാണ് ആരും തെറ്റിദ്ധരിക്കുക. നല്ല അടിപൊളി കലാകാരി കേട്ടോ. നോക്കി നല്ല ജീവനുള്ള ചിത്രങ്ങൾ. DUQൻ്റെ വേറൊരു സംഭവം കേട്ടോ. ഇനി ഞാൻ പറഞ്ഞു ഒരുപാട് ചിത്രം വരയ്ക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരെ നമ്മൾ നേല് വരുന്നില്ല, അതുവരെ ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഇനി അതേപോലെ തന്നെ ഒരുപാട് ഫ്ലവേഴ്സ് അല്ല മറ്റേ ഇതിനെ പറ്റിയിട്ടൊരു സംഭവമാണ്. ഇതിനെന്താ പറയാ? മണ്ഡലാർട്ട് അത്രേ. അയ്യോ നൈസ്. ഇതുണ്ടോ, ഇത് വേറൊരു കെട്ടിടം പോലത്തെ ഒരു സംഭവം. നല്ല സൂപ്പർ വര കേട്ടോ. എവിടെയാണ് ടീച്ചർ അമ്മനെന്ന് കാണിച്ചേ? ഇതേ നമ്മുടെ ശൈലജ ടീച്ചർ. നല്ല ഞാൻ പറഞ്ഞല്ലോ ജീവനുള്ള ഫോട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് അവളുടെ കലാവിരുതുകളും കരവിരുതുകളൊക്കെ കേട്ടോ. കണ്ടോ? അയ്യോ അടിപൊളി വര കേട്ടോ. ഈ വരൻ്റെ ടേസ്റ്റ് നിങ്ങൾ വരച്ചിരുന്നോ ചെറുപ്പത്തിൽ? അല്ലേ? വാപ്പാൻ്റെ കഴിവാട്ടെ. ഇതേ നമ്മുടെ ഗാന്ധിജി. അപ്പോൾ വാപ്പാൻ്റെ കഴിവാണ്. ഇപ്പോൾ നിങ്ങൾ ചെറുപ്പത്തിൽ ചിത്രമൊക്കെ വരച്ചിരുന്നോ? അപ്പോൾ നിങ്ങൾ പാട്ടും പാടിയിട്ടുണ്ടാവുമല്ലോ. പാട്ടില്ല. ഈ ഒരു കല മാത്രമേ ഉള്ളൂ അല്ലേ? ഇതുണ്ട്. ഇത് ഞാൻ ഫസ്റ്റ് വന്ന് കണ്ടപ്പോൾ ഞാൻ പിന്നെ ഇത് വാങ്ങിയിട്ട് ഒട്ടിച്ചാന്നിട്ട് വിചാരിച്ചു. പക്ഷേ അവളത് കൈകൊണ്ട് വരച്ചുണ്ടാക്കി കേട്ടോ. അത് മാത്രമല്ല എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ സംഭവം നോക്കി, ഈ ഒരു റൗണ്ട് ഉണ്ടല്ലോ. ഇത് എത്ര രൂപ ചെലവാക്കി ഇതിനെ? മാർക്കർ ചെയ്താ ആ ഗോൾഡൻ പെയിന്റ്. ഓ നൈസ്. നോക്കി ഇത്രയും വലുപ്പത്തിൽ കേട്ടോ. ഇത്രയും നല്ല നല്ല നോക്കി. ഇത് ഒരു നമ്മളെ ശരിക്കും നല്ല വീടിന്റെ വാൾ പെയിന്റിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകൾ ചെയ്യുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. ഇത്രേ ഉള്ളൂ. അലമാരയുടെ ഭാഗമുള്ളൂ. ആ അലമാര അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള വരച്ചിക്കാണ് അല്ലേ? അടിപൊളി. ഇത് കണ്ടപ്പോൾ സത്യം പറയാട്ടോ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി. ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പോയി ഈ സംഭവം കണ്ടിട്ടാ. ഇത് ഞാൻ വാങ്ങി ഒട്ടിച്ച് ഇൻസേഷൻ ടേപ്പ് ഒട്ടിച്ച് വെച്ചേക്കാന്ന് വിചാരിച്ചു. പക്ഷേ ഇത് അവൾ വരച്ചാന്ന് പറഞ്ഞത്. അയ്യോ അടിപൊളി. ഒക്കെ സ്വയം ചെയ്ത പരിപാടികളാണ് അല്ലേ? ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ എന്തായാലും ഒരുപാട് ഉന്നതങ്ങളിലെത്തട്ടെ കേട്ടോ.